ടയർ സ്മോക്കിലെ ഇന്നത്തെ അതിഥി ഒരു പുതുമുഖമല്ല, മറിച്ച് 70 വർഷങ്ങളുടെ പാരമ്പര്യത്തിന്റെ മാറ്റിൽ തിളങ്ങുന്ന ഒരു യഥാർത്ഥ സൂപ്പർ സ്റ്റാറാണ്. SUV സെഗ്മെന്റിൽ ഏറ്റവും പഴക്കം ചെന്ന ഏതാനും ബ്രാൻഡുകളിൽ പ്രധാനി. 1951 മുതൽ ഇന്നുവരെ മാറ്റങ്ങൾക്കനുസൃതമായ ചുവടുകൾ വെച്ച് ഇപ്പോഴും മുൻനിരയിൽ തന്നെ സ്ഥാനമുറപ്പിച്ചു നിൽക്കുന്നു. ഹൈവേയിലും ഡെസേർട്ടിലും ബീച്ചിലും കാട്ടുപാതയിലും ഒരേപോലെ സ്ട്രോങ് ആയി പെർഫോം ചെയ്യുന്ന ഒരു അത്ഭുത ജീവിയെന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഇത്ര തകർപ്പൻ പെർഫോമൻസ് ആകുമ്പോൾ കുറച്ച് വേൾഡ് റെക്കോർഡ്സ് ഒക്കെ വേണ്ടേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ കേട്ടോളൂ, 2013 ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള വിമാനം, അതായത് 180 ടൺ ഭാരമുള്ള ഇല്യൂഷൻ 276 എന്ന കാർഗോ എയർക്രാഫ്റ്റ് 100 മീറ്ററോളം വലിച്ചതിന്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇതുവരെ മറ്റാരും മറികടന്നിട്ടില്ല. ൽ 100 മീറ്റർ ഉയർന്ന സാൻഡ്യൂൺ ഏറ്റവും വേഗത്തിൽ താണ്ടിയ SUV എന്ന വേൾഡ് റെക്കോർഡ് കൂടെ ഈ താരത്തിന് അഭിമാനത്തോടെ പറയാവുന്നതാണ്. തീർന്നില്ല, വേൾഡ്സ് ലാർജസ്റ്റ് സിങ്ക്രണൈസ്ഡ് കാർ ഡാൻസ് എന്ന വേൾഡ് റെക്കോർഡ് ഈ SUVയുടെ വലിയ നേട്ടങ്ങളിൽ ഒന്നാണ്. 2018 ഒക്ടോബറിൽ നടന്ന പ്രത്യേക പരിപാടിയിൽ ഈ ബ്രാൻഡിന്റെ 180 SUVകളാണ് പങ്കെടുത്തത്. ഇനിയുള്ള പ്രത്യേകതകൾ നമുക്ക് നേരിട്ട് പരിചയപ്പെട്ട് മനസ്സിലാക്കാം. അതല്ലേ ശരി? സോ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ആൻഡ് ഡിയർ പെട്രോൾ ഹെഡ്സ്, meet the unique guest on Tire Smoke, the one and only the Nissan Patrol. വെൽക്കം ടു ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് ടയർ സ്മോക്ക്. ഓഫ് റോഡ് വാഹനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പം നമുക്ക് ഓർമ്മ വരുന്ന ഒരുപാട് വാഹനങ്ങളുടെ പേരുണ്ട്. ടൊയോട്ടയുടെ FJ40, ജീപ്പിൻ്റെ വില്ലിസ്, ലാൻഡ് റോവർ, ലാൻഡ് ക്രൂസർ എല്ലാം. ഇതിനേക്കാളൊക്കെ ലോകത്തിലെ ഓഫ് റോഡിങ്ങിൽ പേരെടുത്ത വേറൊരു വാഹനമുണ്ട്. മിഡിൽ ഈസ്റ്റിലും എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള നിസാൻ പെട്രോൾ. ഇതിൻ്റെ 1961 മോഡൽ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി നിസാനുമായിട്ട് ലൈസൻസ് ചെയ്ത് ഇറക്കിയ ആ വണ്ടി നമുക്കെല്ലാവർക്കും പരിചിതമാണ്. ജൊങ്ക എന്ന് വിളിക്കുന്ന ജബൽപൂർ ഓർഡിനൻസ് ആൻഡ് ഗൺ അസംബ്ലി ഫാക്ടറിയുടെ പേരിൽ ഷോർട്ട് ഫോം ആക്കിയിട്ടുള്ള ജൊങ്ക എന്നുള്ള പേരിലുള്ള ആ വാഹനം ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് 2001 മറ്റോ ആണ് അവർ പ്രൊഡക്ഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്തത്. 1950കളുടെ തുടക്കത്തിൽ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്ന ജപ്പാൻ എന്ന ഫീനിക്സ് പക്ഷിക്ക് അവിടെ റോഡുകൾ ഡെവലപ്പ് ചെയ്യാനും മറ്റ് കൺസ്ട്രക്ഷൻ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് വാഹനങ്ങൾ വേണം. അപ്പോൾ ഇതിനു വേണ്ടി അവർ ജപ്പാനിലെ അന്ന് അവൈലബിൾ ആയിട്ടുള്ള വണ്ടി കമ്പനികൾക്കെല്ലാം, വാഹന മാനുഫാക്ചറേഴ്സിനെല്ലാം ഓർഡർ കൊടുക്കാനും അവരുടെ പ്രപ്പോസൽ കൊടുക്കാനും പറഞ്ഞു. അന്ന് പക്ഷേ ജപ്പാനിൽ ഉണ്ടായിരുന്ന മാനുഫാക്ചറേഴ്സിൽ മിത്സുബിഷി ജീപ്പിൻ്റെ ലൈസൻസ് എടുത്തു. വലിയ ജീപ്പിൻ്റെ ലൈസൻസ് മിത്സുബിഷി എടുത്തു. ലാൻഡ് ക്രൂസറിൻ്റെ FJ40 എന്ന് പറയുന്ന ആ മോഡൽ അത് അവർ പ്രസൻറ്റ് ചെയ്തു. ആൻഡ് നിസാൻ പെട്രോളിൻ്റെ ഫസ്റ്റ് മോഡൽ അതും പ്രസൻറ്റ് ചെയ്തു. നിസാൻ പെട്രോളിന് അന്ന് ആ കോൺട്രാക്റ്റ് കിട്ടിയില്ല, അത് ലാൻഡ് ക്രൂസറിനാണ് കിട്ടിയത്. പക്ഷേ നിസാൻ തളർന്നില്ല. നിസാൻ പെട്രോളിനെ വീണ്ടും ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്ന് 1960കളിൽ ദേ ട്രൈ ടു ഇൻട്രൊഡ്യൂസ് അമേരിക്കൻ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അന്ന് ഇത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതിലായിരുന്നു. ഡാറ്റ്സൺ എന്ന പേരിലാണ് അന്ന് നിസാൻ US ഫേമസ് ആയിരുന്നു. ഡാറ്റ്സൺ കാറുകളായിരുന്നു അവിടെ ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് അവർ വിറ്റുകൊണ്ടിരുന്നത്. സോ ഡാറ്റ്സൺ ഷോറൂമിനകത്ത് ഇവർ നിസാൻ പെട്രോൾ എന്ന പേരിലാണ് നിസാൻ പെട്രോളിനെ അവിടെ വിൽക്കാൻ ശ്രമിച്ചത്. ആ വണ്ടി ആക്ച്വലി ഇറ്റ് വാസ് എ വെരി ഗുഡ് വെഹിക്കിൾ അറ്റ് ദാറ്റ് ടൈം. ജീപ്പിൻ്റെ അന്നത്തെ വില്ലിസ് ജീപ്പിൻ്റെ CJ5 എന്ന് പറയുന്ന മോഡലിനേക്കാൾ കേപ്പബിൾ ആയിരുന്നു. 6 സിലിണ്ടർ പെട്രോൾ എഞ്ചിനൊക്കെ ഉള്ള അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന നല്ല സ്റ്റേഡി ആയിട്ടുള്ളൊരു വെഹിക്കിളായിരുന്നു. പക്ഷേ വിജയിച്ചില്ല. സോ അവിടെ നിന്ന് അവർ വണ്ടി പുറകോട്ടെടുത്തു. പക്ഷേ നിസാൻ പെട്രോൾ ഓസ്ട്രേലിയയിൽ അതിഭീകരമായ വിജയം വിജയിച്ചു. 1961 തോന്നുന്നു. ഒരു ഓസ്ട്രേലിയൻ ഫാമിലി, അച്ഛൻ, അമ്മ, 2 പിള്ളേരും ചേർന്നിട്ട്
ഓസ്ട്രേലിയയിലെ സിംസൺ ഡെസേർട്ട് എന്ന് പറയുന്ന ഇപ്പം മിഡിൽ ഈസ്റ്റിൽ കാണുന്നതിനേക്കാൾ നീളം കൂടുതലുള്ളതും ഡ്യൂണുകൾ ഹൈറ്റ് കൂടുതലും കുറവുള്ള ഡ്യൂണുകളുള്ള വളരെ ദുർഘടമായ ഒരു ഡെസേർട്ടിൻ്റെ അക്രോസ് ഇവർ ഈ വണ്ടി ഓടിച്ച് പോയി. ആ ഒരു ഇൻസിഡൻറ്റ് ഭയങ്കര മീഡിയ പ്രാധാന്യം ലഭിച്ചു. എല്ലാ എപ്പിസോഡിലും SUVകളെ കുറിച്ച് ഞാൻ പറയുന്നത് പോലെ തന്നെ ബോഡി ഓൺ ഫ്രെയിം കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്ന നിസാൻ പാട്രോളിന് അന്ന് ഫ്രണ്ടിലും ബാക്കിലും ലീഫ് സ്പ്രിങ്സോട് കൂടി വളരെ സ്റ്റഡി ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. അതുകൊണ്ട് ഫാം യൂസിനും അതുപോലെ ഓഫ് റോഡ് യൂസിനും ഈ പോലീസിൻ്റെ പാട്രോളിങ്ങിനൊക്കെ അത് ഭയങ്കരമായിട്ട് ആൾക്കാർ യൂസ് ചെയ്തു തുടങ്ങി. അതിനുശേഷം 2 പ്രാവശ്യം ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നെങ്കിലും 1980കളിലാണ് നിസാൻ പെട്രോളിന് ഒരു മേജർ മാറ്റം വന്നത്. അന്ന് നമ്മുടെ റേഞ്ച് റോവർ ശ്രേണിയിൽ വരുന്ന വാഹനങ്ങളിൽ മാത്രമാണ് കോയിൽ സ്പ്രിംഗ് സസ്പെൻഷൻ ഉള്ളത്. കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനോട് കൂടിയാണ് നിസാൻ പെട്രോളിൻ്റെ 3ാമത്തെ ജനറേഷൻ വന്നത്. അത് ഒരു ഗെയിം ചേഞ്ചറായിരുന്നു. കാരണം വണ്ടിയുടെ ഓഫ് റോഡ് പെർഫോമൻസും ഓൺ റോഡ് പെർഫോമൻസും ഭയങ്കരമായ മാറ്റം വന്നു കഴിഞ്ഞു. കാരണം ലീവ് സ്പ്രിങ്ങിനെ പോലെ ഹാർഷ് റൈഡല്ല, വളരെ സ്മൂത്തായ റൈഡ്. അത് എന്താ പറയുക, ജനങ്ങൾ ഭയങ്കരമായിട്ട് ആ വണ്ടിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. 1985 നിസാനിൽ വർക്ക് ചെയ്യുന്ന ചില മോട്ടോർ സ്പോർട്സ് അഡിക്റ്റ് ആയിട്ടുള്ള എഞ്ചിനീയർമാർ ഒരു തീരുമാനം എടുത്തു. ദേ വാണ്ടഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പാരീസ് ഡക്കാർ റാലി. 8000 മൈൽ നീളുന്ന വളരെ ദുർഘടമായ ഒരു എന്താ പറയുക, ലോകത്തിൽ ഏത് വണ്ടിയുടെയും ഡ്രൈവറുടെയും ടീമിൻ്റെയും കഴിവ് പരീക്ഷിക്കുന്ന ഒരു റാലിയാണത്. 1985 ആദ്യമായിട്ട് ഒരു ഡീസൽ വാഹനം അതിൽ ഫസ്റ്റ് ടോപ്പ് 10 ഉള്ളിൽ വന്നു. 9th പ്ലേസ് ആയിട്ടാണ് അന്ന് ആ വണ്ടി പ്ലേസ് ചെയ്തത്. ബട്ട് മിറ്റ്സുബിഷി പജേറോ ഭയങ്കരമായിട്ട് ഈ റാലി സീനിനെ തകർത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഡീസൽ വേർഷനിൽ ദേ ഫിനിഷ് ഫസ്റ്റ്. അത് അഗെയിൻ നിസാൻ പെട്രോളിൻ്റെ പോപ്പുലാരിറ്റി ഭയങ്കരമായിട്ട് ഇൻക്രീസായി. 80കളിലൊക്കെ ആ 85-ന് ശേഷം സ്പെയിനിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സ്പെയിനിൽ വിറ്റിരുന്ന എല്ലാ 2ാമത്തെ വാഹനം ഒരു നിസാൻ പെട്രോൾ ആയിരുന്ന ഒരു കാലം നിസാൻ പെട്രോളിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1987 നമ്മൾ Y50 എന്ന് പറയുന്ന ഇപ്പോൾ പിന്നെ അറബികൾ വളരെ സ്നേഹത്തോടെ ബോക്സ് ടൈപ്പ് എന്ന് വിളിക്കുന്ന നിസാൻ പെട്രോൾ റിലീസായത്. അതിനകത്ത് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് കുറച്ചും കൂടെ ലക്ഷറിയസ് സൈസ് കൂട്ടി. ജപ്പാനിലെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനിലെ റോഡുകളെല്ലാം ഇടുങ്ങിയതാണ്, സ്ഥലങ്ങളെല്ലാം ഇടുങ്ങിയതാണ്. സോ യു ആർ നോട്ട് അലൗഡ് ടു ഹാവ് വലിയ ബോഡി സ്റ്റൈൽ വെച്ച് കഴിഞ്ഞാൽ അതിന് കൂടുതലായിട്ട് ഇത് വരും, ടാക്സ് വരും. ടാക്സ് കുറയ്ക്കാൻ വേണ്ടി ദേ മേക്ക് ഓൾ കാർസ് വെരി സ്മോൾ. ഇപ്പോൾ ഇന്ത്യയിലെ മാരുതി കാറുകളൊക്കെ സൈസ് കുറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ജപ്പാനിൽ അതിനനുസരിച്ചുള്ള സൈസ് കുറഞ്ഞ വണ്ടികളാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. സോ ഈ Y50 നിസാൻ പെട്രോളിനകത്ത് ഒരുപാട് ബോഡി സ്റ്റൈൽസ് ഉണ്ടായിരുന്നു. 2 ഡോർ SUV ആയിട്ടുണ്ടായിരുന്നു, പിന്നെ പിക്കപ്പ് ട്രക്കായിട്ട് വന്ന് ലോങ് വീൽ ബേസ് പിക്കപ്പ് ഉണ്ടായിരുന്നു, ഷോർട്ട് വീൽ ബേസ് പിക്കപ്പ് ഉണ്ടായിരുന്നു, പിന്നെ 5 ഡോർ വണ്ടി ഉണ്ടായിരുന്നു. അതിനകത്ത് തന്നെ ലോങ് വീൽ ബേസ് 5 ഡോർ ഉണ്ട്, ഷോർട്ട് വീൽ ബേസ് 5 ഡോർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ബോഡി സൈസസ് ഉള്ള ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു വണ്ടിയായിരുന്നു നിസാൻ പെട്രോൾ. ഇതിനകത്ത് മോട്ടോർ സ്പോർട്സ് അഡിക്ട്സിന് വളരെ ഫേമസ് ആയിട്ടുള്ള RB30 എന്ന് പറഞ്ഞൊരു എഞ്ചിൻ ഉണ്ട്. അത് നിസാൻ സ്കൈലൈൻ GTRനകത്ത് വന്നിരുന്ന എഞ്ചിൻ ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് മെയ്ഡ് എ ഹെൽ ലോട്ട് ഓഫ് ഡിഫറൻസ്. ഭയങ്കരമായിട്ട് ഈ വണ്ടിയുടെ എന്താ പറയുക പോപ്പുലാരിറ്റിനെ അത് ഭയങ്കരമായിട്ട്, എൻജിൻ ഭയങ്കര സ്മൂത്ത്, ഭയങ്കര പവർഫുൾ. ആൻഡ് ഈ വാഹനം ഓഫ് റോഡിലും ഓൺ റോഡിലും യൂസ് ചെയ്യുന്ന എന്തൂസിയാസ്റ്റുകൾ അത് ട്യൂൺ ചെയ്ത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ അടുത്ത ജനറേഷൻ വരുന്നത്. 4.2 ലിറ്ററിൻ്റെ ഇൻലൈൻ 6 എഞ്ചിനായിരുന്നു Y50 ഇതിനകത്ത് കൂടുതലും വന്നിരുന്നത്. ദ നെക്സ്റ്റ് ജനറേഷൻ, അത് ഇപ്പം നമ്മൾ Y60 എന്ന് പറയുന്ന ജനറേഷൻ, നിസാൻ സഫാരി എന്ന് പറഞ്ഞിട്ട് ആദ്യമൊക്കെ റൗണ്ട് ഹെഡ് ലാമ്പും ബോക്സി ഷേപ്പുള്ളൊരു വണ്ടിയായിരുന്നു നമ്മൾ Y50. Y60 എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ സ്ലീക്കായി ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് SUVകളുടെ ഷേപ്പിലുള്ള ഒരു വണ്ടിയായിട്ട് അത് മാറി, രൂപാന്തരം ലഭിച്ചു. പക്ഷേ അതിനകത്ത് വന്ന 4.8 ലിറ്റർ ഇൻലൈൻ 6 എൻജിൻ അതിനെ ട്യൂൺ ചെയ്തിട്ട് 2000 ഹോഴ്സ് പവറൊക്കെ അത് ട്യൂൺ ചെയ്യുന്ന ഭ്രാന്തന്മാർ ലോകത്തുണ്ട്. നമ്മൾ പലപ്പോഴും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാം ലംബോർഗിനിയും പോർഷിനെയൊക്കെ പിന്നെ ഓടി തോപ്പിക്കുന്ന നിസാൻ പെട്രോളുകളുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. വളരെ ഫേമസ് ആയൊരു വീഡിയോ BBC-യുടെ ജെയിംസ് മേ ആണോ ജോൺ ഹാമണ്ടിനെ ഒരു നിസാൻ പെട്രോൾ, ചെറിയ ഷോർട്ട് വീൽ ബേസ് നിസാൻ പെട്രോൾ തകർത്തെറിയുന്ന ഒരു വീഡിയോ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് പോസിബിൾ ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് എൻജിൻ.
Y61 എന്ന് പറയുന്ന അതിൻ്റെ അടുത്ത ശ്രേണിയും ഭയങ്കര ഹിറ്റായിരുന്നു. പക്ഷേ 2001 ഇതിൻ്റെ V8 എൻജിൻ അവർ റിലീസ് ചെയ്തു. 2011 ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മോഡൽ Y62 എന്ന് പറയുന്ന മോഡൽ വാഹനം റിലീസായത്. ആ വണ്ടി നമുക്ക് മലയാളികൾക്കെല്ലാം വളരെ ഫേമസ് ആയിട്ട് അറിയാവുന്നൊരു വണ്ടിയുണ്ട്. നമ്മുടെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഡയമണ്ട് നെക്ലേസിൽ ഉപയോഗിക്കുന്ന വണ്ടി, അവസാനം ബാങ്കർ പിടിച്ചുകൊണ്ട് വന്ന ആ വണ്ടി, ആ വെള്ള കളറ് നമ്മൾ അന്ന് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വാഹനങ്ങളെക്കാൾ ഒരു ട്രക്കിന് സമാനമായിട്ട് 6 അടി 4 ഇഞ്ച് ഹൈറ്റിൽ അങ്ങനെ നീണ്ട് നിവർന്ന് പരന്ന് കിടക്കുന്ന ആ വാഹനം, അത് അന്ന് തൊട്ട് ഗൾഫിലെ വളരെ എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റിലാണ്, പിന്നെ ഇതിൻ്റെ ഓസ്ട്രേലിയ, മിഡിൽ ഈസ്റ്റാണ് നിസാൻ പെട്രോളിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റുകൾ. അപ്പം ഇവിടെ ലാൻഡ് ക്രൂസറിനാണ് ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് ഉണ്ട് എന്ന് നമ്മൾ ധരിക്കുന്നതുണ്ടെങ്കിലും 2 ലാൻഡ് ക്രൂസറുള്ള അറബിക്ക് യൂഷ്വലി ഒരു നിസാൻ പെട്രോൾ കാണും. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈഡ്രോളിക് ഡൈനാമിക് ബോഡി സ്റ്റെബിലിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. ഇപ്പം ലാൻഡ് ക്രൂസറിനകത്ത് KDSS എന്ന് പറയുന്ന, അതായത് കൈനറ്റിക് ഡൈനാമിക് സ്റ്റെബിലിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതേ ഇതിലുള്ള സാധനം വണ്ടിയുടെ ബോഡി റോള് കാര്യങ്ങൾ സ്റ്റെബിലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള അല്ലാത്ത തന്നെ SUV-കളിൽ നമ്മൾ ഒന്നിങ്ങനെ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി ബോഡി റോള് ഭയങ്കരമായിരിക്കും. നിസാൻ പെട്രോളിനകത്ത് നിങ്ങൾക്കത് ഫീൽ ആവില്ല. വൺ മോർ തിങ് ദാറ്റ് ഐ ലൈക്ക് അബൌട്ട് നിസാൻ പെട്രോൾ ഇസ് പവർ. ഇതിൻ്റെ VK 5.8 ലിറ്റർ എൻജിൻ എന്ന് പറയുന്ന സാധനം കറണ്ട് മോഡലിൽ അത് 400 bhp പ്ലസ് ആണ് വരുന്നത്. ദിസ് ഈസ് അറൗണ്ട് 383 bhpയുടെ മുകളിൽ പവറുള്ള ഒരു എൻജിനാണത്. രണ്ടാമത് Y62, അതായത് ലേറ്റസ്റ്റ് ജനറേഷൻ നിസാൻ പെട്രോളിനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുത്താനുള്ള ഒരു സെക്കൻഡ് റീസൺ ഇതിൻ്റെ സസ്പെൻഷനാണ്. ഫ്രണ്ടിലും ബാക്കിലും ലൈവ് ഡിഫറൻഷ്യൽ ഉണ്ടെങ്കിലും ദർ ഇസ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ്, മൾട്ടിലിങ്ക് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ്, സിൽക്കി സ്മൂത്ത് റൈഡാണ്. ഒരിക്കലും നമുക്ക് ഓൺ റോഡ് പോകുമ്പോഴായിക്കോട്ടെ ഓഫ് റോഡ് പോകുമ്പോഴായിക്കോട്ടെ യു ഡോണ്ട് ഫീൽ ആ ഒരു യാത്രയുടെ ഫറ്റീഗ്, യാത്രയുടെ ക്ഷീണം നമ്മൾ അറിയുന്നില്ല. കുലുക്കം വളരെ കുറവാണ്. ഇൻഫാക്റ്റ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഏകദേശം ഇതുപോലുള്ള റോഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ പോലും നമ്മുടെ ക്യാമറാമാൻ ആൻഡ് ഡയറക്ടർ റഫീഖ് സാഹിബ് ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. ഇതിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് എ വെരി സ്മൂത്ത് റൈഡ്. 2011 നിസാൻ പെട്രോളിൻ്റെ Y62 എന്ന് പറയുന്ന ഈ ലേറ്റസ്റ്റ് ഐട്രേഷൻ, ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ റിലീസ് ചെയ്യുന്ന ടൈമിൽ കുറച്ചും കൂടെ റിഫൈൻമെൻറ്റ് വേണം എന്നുള്ള നിസാൻ എടുത്ത തീരുമാനത്തിൻ്റെ പരിണിത ഫലമാണ് ഈ കാണുന്ന ലക്ഷൂറിയസ് ഓപ്പുലൻ്റ് ആയിട്ടുള്ള ഒരു കപ്പലിനെ അല്ലെങ്കിൽ ഒരു ലക്ഷറി യാട്ടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഈ വുഡൻ ട്രിമ്മും ഈ ലെതറിൻ്റെ എക്സസും ഈ ഒരു മെറ്റാലിക് ഇൻസേർട്ട്സൊക്കെയുള്ള ഈ ഭംഗിയുള്ള ഇൻറ്റീരിയേഴ്സ്. ഇതിൻ്റെ മെയിൻ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ലാൻഡ് ക്രൂസർ ഈ ഒരു വിഷയത്തിൽ നിസാൻ പെട്രോളിനോട് തോറ്റുപോകും. കാരണം ഇത്രയും ഭംഗിയുള്ള ഒരു ഇൻറ്റീരിയർ പുറത്തുനിന്ന് കാണുമ്പോൾ ഇത്രയും വലിയൊരു വാഹനത്തിനകത്ത് ഇത്രയും ഭംഗിയൊരു ഇൻറ്റീരിയർ ഇനീഷ്യലി ആരും പ്രതീക്ഷിച്ച് കാണില്ല. ഈ വുഡിൻ്റെ ഈ ഇൻസേർട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ലൈക്ക് ഒരു ഓർഗാനിക് സ്മൂത്ത് ഫ്ലോയിങ് ഡിസൈനാണ് ഈ വണ്ടിക്ക്. ഈ ഡിസ്പ്ലേ മാത്രമാണ് ഇതിനകത്തൊരു അഗ്ലി ഇലക്ട്രോണിക് ഫീൽ തരുന്ന ഒരു സാധനം. ഈ ഡിസ്പ്ലേ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാം വളരെ എന്താ പറയുക, ഭംഗിയുള്ള വളരെ ചിന്തിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഇതാണ്. ആൻഡ് ആ ഒരു ഡിസൈൻ ഇത് കണ്ടോ, ഈ ഒരു ഷേപ്പും അതിനോട് മാച്ചിങ് ആയിട്ടുള്ള എല്ലാം ഓരോ ലെവലായിട്ടാണ് തന്നിട്ടുള്ളത്. ഇത് മീഡിയ ഇൻഫോർടൈൻമെൻറ്റിൻ്റെ കൺട്രോൾസാണ് ഇവിടെ ഉള്ളത്. അതിന് താഴെയുള്ളത് റേഡിയോ ആൻഡ് സ്റ്റീരിയോയുടെ കൺട്രോൾസാണ് താഴെയുള്ളത്. അതിന് താഴെ AC-യുടെ കൺട്രോൾസ്. ക്ലൈമറ്റ് കൺട്രോളിൻ്റെ നോബോളജി എന്ന് പറയും. ഓരോ നോബ്സിൻ്റെയും പ്രത്യേകതകൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ബട്ടൺസാണ് തന്നിട്ടുള്ളത്. ഇതിനകത്ത് ഫ്രണ്ട് ആൻഡ് റിയർ AC കൺട്രോൾസിന് സെപ്പറേറ്റ് ബട്ടൺസ് ഉണ്ട്. ഓക്കെ. ആൻഡ് AC ടെമ്പറേച്ചർ ഡുവൽ സോണാണ്. 2 സൈഡിലും ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ഫീച്ചർ ഈ ഒരു ബട്ടണാണ്. അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ യൂഷ്വലി മുഖത്തേക്ക് എയർ അടിക്കുന്ന ഒരു മോഡുണ്ടല്ലോ നമ്മുടെ എല്ലാ AC-യിലും. ഇതിനകത്ത് ആ ഫ്ലോ കുറച്ച് നമ്മുടെ തലയുടെ മുകളിലൂടെ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡുണ്ട്.
എന്താണ് അതിൻ്റെ ശരിക്കുള്ള ഉദ്ദേശം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിലും ഇറ്റ് ഹെൽപ്സ്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരുപാട് നേരം തണുത്ത AC ഇട്ട് ഓടിക്കഴിഞ്ഞാൽ മുഖം ഇങ്ങനെ ചില്ലാവാതെ നല്ല ഒരു കൂടെ വണ്ടി ഓടിക്കുന്നവരുടെ തല ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്നുള്ളത് അറിയില്ല. എനിവേസ്, സ്റ്റീരിയോയുടെ CD ഡ്രൈവ് ഒരു ക്രോം ഇൻസേർട്ടോട് കൂടി ക്രോം ഷ്രൗഡോട് കൂടിയിട്ടുള്ള CD ഡ്രൈവ് ലുക്സ് ക്വൈറ്റ് ബാക്കിയുള്ള ഡിസൈനുമായിട്ട് വളരെ സ്മൂത്ത്ലി ഫ്ലോയിങ് ആണ്. ബാക്കിയുള്ള നോബ്സും ഡീറ്റെയിൽസൊക്കെ അടിപൊളിയാണ്. 5 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. വളരെ സ്മൂത്ത് ഷിഫ്റ്റിംഗ് ഗിയർ ബോക്സ് ആണ്. ബട്ട് ദർ ഇസ് പവർ ഓൺ ഡിമാൻഡ്. കൊടുക്കുന്നതിനനുസരിച്ച് ത്രോട്ടൽ കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി റെസ്പോണ്ട് ചെയ്യും. ബട്ട് ഇഫ് യു ആർ സ്റ്റിൽ നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ്, യു ക്യാൻ ഷിഫ്റ്റ് മാനുവലി ആൻഡ് ഡൗൺ ഷിഫ്റ്റ്. നല്ല സീംലെസ് ആയിട്ടുള്ള പവർ ഡെലിവറി, ലീനിയറായി ഒരു ബ്രേക്കേജ് ഇല്ലാതെ, ടർബോ ചാർജ് അല്ലാതെ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനാണ്, പക്ഷേ വളരെ ലീനിയറായിട്ടുള്ള പവർ ഡെലിവറിയാണ്. ആൻഡ് ഗിയർ ബോക്സ് 5 സ്പീഡ് ഗിയർ ബോക്സ് ഞാൻ പറഞ്ഞു. പക്ഷേ നിസാൻ പെട്രോളിൻ്റെ ഈ ഒരു ശ്രേണിയിലെ ഈ ഒരു സീരീസിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ റോട്ടറി നോബ്സാണ്. 4 വീൽ ഡ്രൈവ്, 4 വീൽ ഹൈ, 4 വീൽ ലോയിലേക്ക് മാറ്റാനുള്ള റോട്ടറി നോബ്സാണ്. യു ക്യാൻ ഡ്രൈവ്. ഇപ്പോൾ ഓട്ടോമാറ്റിക് സെലക്ഷൻ മോഡിലാണ് വണ്ടി. ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം തീരുമാനിക്കുന്നത് 4 വീൽ ഡ്രൈവ് ആണോ 2 വീൽ ഡ്രൈവ് ആണോ എന്ന് വണ്ടി തീരുമാനിക്കും. ബട്ട് ഇഫ് യു വാണ്ട് ടു പുട്ട് ഇൻ 4 വീൽ ലോ, ആസ് മറ്റേത് വാഹനങ്ങളിലെയും പോലെ യു ഹാവ് ടു വണ്ടി നിർത്തിയിട്ട് ന്യൂട്രലിട്ടിട്ട് വേണം 4 വീൽ ലോയ്ക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത്. ദെൻ യു ഹാവ് ഡ്രൈവ് മോഡ്സ്. ഒരുപാട് ഡ്രൈവ് മോഡ്സ് അന്ധകാലത്ത് 2011 തന്നെ ഡ്രൈവ് മോഡ്സ് വണ്ടിയിൽ തന്നെ. ഇത് 2014 മോഡലാണ് കേട്ടോ ഈ വണ്ടി. പക്ഷേ യു ക്യാൻ സീ സാൻഡിൽ യൂസ് ചെയ്യാനുള്ളൊരു സ്പെഷ്യൽ മോഡുണ്ട്. ദർ ഈസ് ഓൺ റോഡ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ റോഡിൽ റെഗുലറായിട്ട് 2 വീൽ ഡ്രൈവിൽ ഓടുന്ന മോഡ്. ദെൻ യു ഹാവ് റോക്ക് മോഡും ഉണ്ട്. പിന്നെ സ്നോ, അതായത് ഐസുള്ള നേരത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡ്സും ഉണ്ട്. ഇതാണ് ഈ ഡ്രൈവ് മോഡ്സിൻ്റെ ഒരു ആപ്നെസ് കൊണ്ടാണ്, അതിൻ്റെ ഒരു കറക്റ്റ്നെസ് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ നിസാൻ പെട്രോൾ ഇത്രയധികം പ്രീതി നേടിയത് ആൾക്കാരുടെ ഇടയിൽ. ഇതിൻ്റെ ചുറ്റും അഗെയിൻ ദർ ആർ മോർ ഫങ്ഷൻസ്. ഈ 4 വീൽ ഡ്രൈവ് സെലക്ഷൻ ഫങ്ഷൻസ് അല്ലാതെ തന്നെ ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ, നല്ല ചെങ്കുത്തായിട്ടുള്ള സ്ഥലത്തൂടെ വണ്ടി ഇറങ്ങി വരുമ്പോൾ വണ്ടിയുടെ കമ്പ്യൂട്ടേഴ്സും ട്രാക്ഷൻ കൺട്രോളും എല്ലാം കൂടെ ചേർന്ന് നമ്മൾ താഴെ പോയി ഇടിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ. ദെൻ യു ഹാവ് പിന്നെ ഡിഫറൻഷ്യൽ ലോക്ക് ഉണ്ട്, വിച്ച് ഈ വണ്ടിയുടെ ഡ്രൈവ് മോഡ്സിൽ അതൊരു വലിയൊരു ആവശ്യം വരുന്നില്ല. ബട്ട് ഇഫ് യു വാണ്ട് ടു ബി ഹാർഡ് കോർ, നമ്മളായിട്ട് തന്നെ ഡിഫറൻഷ്യലൊക്കെ ലോക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്ത് കഴിയുമ്പോഴാണ് സാധാരണ നമ്മൾ കാണുന്ന ഈ ചെത്ത് പിള്ളേരൊക്കെ ടയറൊക്കെ സ്മോക്ക് ചെയ്ത് ടയർ സ്മോക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്. ട്രാക്ഷൻ കൺട്രോൾ ഉണ്ടെങ്കിൽ വണ്ടി നോർമലി ഓടും. അത് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ യു ക്യാൻ ബിക്കം എ ഹൂലിഗൻ. ഈ ലെതർ റാപ്ഡ് കളർ കോർഡിനേറ്റഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല് ഇസ് പെർഫെക്റ്റ് സൈസാണ്. നോട്ട് ടു ബിഗ്, നോട്ട് ടു സ്മോൾ. ഇത്രയും വലിയൊരു വണ്ടിനെ കൺട്രോൾ ചെയ്യാൻ കറക്റ്റ് സൈസാണ്. ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺസ് ഓൺ ദ റൈറ്റ് സൈഡ്. ഇപ്പുറത്തെ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെയും ടെലിഫോണിൻ്റെയും കമ്മ്യൂണിക്കേഷൻസിൻ്റെയും കൺട്രോൾസാണ് റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ളത്. എല്ലാ ബട്ടൺസിൻ്റെയും പ്ലേസിങ് വളരെ എന്താ പറയുക എർഗോണോമിക് ആണ്. ദെൻ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ബിഗ് SUV, സോ യു ഹാവ് എ ബിഗ് സ്റ്റിയറിംഗ് വീൽ. ഇപ്പോഴത്തെ SUVസിനെ പോലെ ഒരുപാട് ബട്ടൺസ് ഒന്നും വെറുപ്പിച്ചിട്ടില്ല. കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഒരുപാട് സ്വിച്ചസ് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ബിലോ ദ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ തൊട്ട് താഴെയിട്ട്. ദിസ് ഹാസ് എ 12 വോൾട്ട് പവർ സോക്കറ്റും ഉണ്ട്. നമുക്ക് പണ്ട് സിഗാർ ലൈറ്ററിനും ഇപ്പോൾ ഫോൺ ചാർജറിനും യൂസ് ചെയ്യുന്ന ഒരു സോക്കറ്റ്. ഒരുപാട് സ്റ്റോറേജ് സ്പേസസ് ഉണ്ട് ഈ വണ്ടിനകത്ത്. സോ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്, ഫ്രണ്ടിൽ യൂസ് ചെയ്യാൻ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. കോയിൻസ് അതുപോലെ നിക്നാക്സ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോക്കബിൾ പോലുള്ള സെക്കൻഡ് കൗണ്ടർ ഇതുണ്ട്. ആൻഡ് ദർ ഇസ് എ സിഗരറ്റ് ലൈറ്റർ. ആൻഡ് വേറെ ഒരു ചെറിയൊരു കപ്പി ഹോൾ സ്പേസ് ഇവിടെ ഉണ്ട്. ഇതിനകത്ത് യു ഹാവ് എ USB ഡ്രൈവിനുള്ള സ്ലോട്ടും ഉണ്ട്. ഓക്കെ, ഈ ഒരു ഹാൻഡ് റെസ്റ്റിനകത്ത് യു ഹാവ് എ എന്താ പറയുക കൂളർ ബോക്സും ഉണ്ട് ഇതിനകത്ത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജനറേഷൻ വണ്ടിയിലുള്ള പോലെ ഫോൺ ചാർജസ്, കോൺടാക്ട്ലെസ് ഫോൺ ചാർജസ് ഒന്നും ഈ മോഡലില്ല, പക്ഷേ ലേറ്റസ്റ്റ് മോഡൽസിലുണ്ട്. ഡിസ്പ്ലേ സൈസുകളുടെ കാര്യത്തിൽ മത്സരം വരുന്നതിൻ്റെ മുമ്പുള്ള വെർഷൻ, അത് 2014 മോഡലാണ് ഈ വണ്ടി. അന്നുള്ള ഒരു ഡിസ്പ്ലേ ആണിത്. ഇറ്റ് ഹാസ് ലിമിറ്റഡ് ഫങ്ഷൻസേ ഉള്ളൂ. ഓവറായിട്ട് ഇൻഫോർടൈൻമെൻ്റ് ഒന്നും നടക്കില്ല. ബട്ട് യു ക്യാൻ കണക്ട് എ USB ടു ദിസ് സിസ്റ്റം. ഡിസ്പ്ലേയുടെ അകത്ത് ദർ ആർ മൾട്ടിപ്പിൾ ഇൻഫോർമേഷൻസ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇപ്പോൾ നമുക്ക് ഫ്യൂൽ എക്കണോമി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനുണ്ട്. ഷോസ് എത്ര കിലോമീറ്റേഴ്സ് എംറ്റി ആവാൻ എത്ര കിലോമീറ്റേഴ്സ് ബാക്കിയുണ്ട് എന്നുള്ളതും
ഇപ്പോൾ ആവറേജ് ഫ്യൂൽ എക്കണോമി എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പെട്രോളാണ് കേട്ടോ, നിസാൻ പെട്രോളിൻ്റെ പെട്രോൾ വേർഷൻ 5ൻ്റെ താഴെയാണ് മൈലേജ് കാണിക്കുന്നത്. Smoke. Tire smoke. Smoke. 2014 മോഡൽ നിസാൻ പെട്രോളാണ് നമ്മുടെ കൂടെയുള്ളത്. V8 എഞ്ചിനുള്ള ഏകദേശം 2 ലക്ഷം കിലോമീറ്ററോളം ഓടിയിട്ടുള്ള വണ്ടിയാണ് ഇദ്ദേഹം. പക്ഷേ ഡെസേർട്ടിൽ ഇപ്പോഴും ഒരു ഫ്രഷ് വെഹിക്കിളിനെ പോലെ തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഓടാൻ കഴിയുന്ന വളരെ പവർഫുൾ എഞ്ചിനുള്ള അടിപൊളി 4-wheel drive സിസ്റ്റംസും ട്രാക്ഷൻ കൺട്രോളൊക്കെ ഉള്ളൊരു വാഹനമാണ്. യു ക്യാൻ സീ ദ ഡെസേർട്ട് ഡ്രൈവിംഗ് സീൻസ് അതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ 5.6 ലിറ്റർ V8 എഞ്ചിനാണ്. V8 എന്ന് പറയുന്ന നിസാൻ്റെ വളരെ സ്മൂത്തായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. 380+ bhp 420+ ന്യൂട്ടൺ മീറ്റർ ടോക്കുള്ള ഫുൾ ടൈം 4-wheel drive വിത്ത് മൾട്ടിപ്പിൾ സെലക്റ്റഡ് മോഡ്സോട് കൂടിയ വാഹനം. 2 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ എഞ്ചിൻ പേ ആണെന്ന് കണ്ടാൽ പറയില്ല. ബട്ട് ദെൻ ഓണർ വളരെ സൂക്ഷ്മതയോടുകൂടെ യൂസ് ചെയ്യുന്നൊരു വണ്ടിയും കൂടിയാണിത്. 5.6 ലിറ്റർ V8 നിസാൻ്റെ VK സീരീസ് എഞ്ചിനാണ്. നാച്ചുറലി ആസ്പിറേറ്റഡ് ആണ്. ടർബോ ചാർജറും സൂപ്പർ ചാർജറും ഒന്നുമില്ല. നമ്മുടെ ബോക്സ് മോഡലിന് അറിയപ്പെടുന്ന നിസാൻ പെട്രോൾ മുതൽ ഉള്ള ഒരു ഗ്രില്ലിൻ്റെ പാറ്റേൺ ആണിത്. സെൻട്രലി ഉള്ള ഒരു ഷേപ്പും പിന്നെ സൈഡിൽ 2 ചെറിയ എയർ ഇൻടേക്കുകളും വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഈ നിസാൻ ലോഗോയും. അത് ഏത് ജനറേഷൻ നിസാൻ പെട്രോൾ ആയിക്കഴിഞ്ഞാലും ഈ ഫ്രണ്ട് എൻഡ് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം നിസാൻ പെട്രോൾ എന്നുള്ളത്. ഇത് കുറച്ച് പഴയ സീരീസാണ്. 2014 മോഡലാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡലിൽ കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. ഹെഡ് ലാംപ്സിനകത്തുള്ള ഈ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വിത്ത് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ്, അത് നിസാൻ പെട്രോളിന് വളരെ വളരെ ഡിസ്റ്റിങ്റ്റീവ് ലുക്കാണ്. നിസാൻ പെട്രോളിന് ഇച്ചിരി ഭീകരതയുള്ള ലുക്കാണ്, ബട്ട് ഇറ്റ് ഈസ് വെരി ഡിസ്റ്റിങ്റ്റീവ്. സൈസിൻ്റെ കാര്യത്തിൽ ലാൻഡ് ക്രൂസറിനേക്കാൾ ഒരു പടി മുകളിലാണ് നിസാൻ പെട്രോൾ. 6 അടി ഉയരം, 4.5 മീറ്റർ നീളം, വളരെ ഇമ്പോസിംഗ് ആയിട്ടുള്ള വെഹിക്കിളാണ്. ആൻഡ് ടെയിൽ ലാംപ്സ്, ഇത് 2014 മോഡൽ ടെയിൽ ലാംപ്സ് ആണ്. ലുക്സ് എന്താ പറയുക, ക്ലിയർ ലെൻസോട് കൂടിയുള്ള ഈ ടെയിൽ ലാംപ്സ് ഇറങ്ങിയ കാലത്ത് ഇറ്റ് വാസ് എ ഡിസ്റ്റിങ്റ്റീവ് ലുക്ക്. നമുക്ക് പിന്നെ പുറകിൽ നിന്ന് കാണാൻ വളരെ ഭംഗിയുള്ള രീതിയിലാണ് നിസാൻ ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. നിസാൻ പെട്രോൾ ലോഗോ ബ്രാൻഡിങ്. ആൻഡ് ബാക്കിൽ ഇവിടെ SC എന്നുള്ളതാണ് ഇതിൻ്റെ ടോപ്പ് എൻഡ് വേർഷനാണ്. 2014 മോഡൽ നിസാൻ പെട്രോളാണിത്. ഇപ്പോൾ ലാൻഡ് ക്രൂസർ 300 സീരീസ് ഇറങ്ങിയതിൻ്റെ റെസ്പോൺസുമായിട്ട് ഡെഫിനറ്റ്ലി നിസാൻ്റെ പുതിയ മോഡൽ അടുത്ത വർഷം എന്തായാലും ഇറങ്ങും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സുമായിട്ട് കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ വരും. ഒരു 2 ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരു വാഹനം ഇത്രയും സ്റ്റഡി ആയിട്ട് ഓടുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തത്. പുതിയ നിസാൻ പെട്രോളിൻ്റെ പുതിയ ജനറേഷൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ റോഡ് ട്രിപ്പും ഡെസേർട്ട് ഡ്രൈവും ടെസ്റ്റ് ഡ്രൈവുമായിട്ടെല്ലാം നമ്മൾ വേറെ എപ്പിസോഡിൽ നിങ്ങളെ കാണുന്നത് വരേക്കും സലാം. Tire smoke.